ഇന്ന് നമുക്ക് കറിക്ക് കിട്ടിയിരിക്കുന്നത് നത്തോലിയാണ്. നമ്മൾ സാധാരണ രീതിയിൽ നെത്തോലി കറി വെക്കുന്ന പോലെ, അതായത് തേങ്ങ അരച്ച് നെത്തോലി പറ്റിക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള സാധനമാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. നാളികേരം, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവ വറുത്തത്, മഞ്ഞൾപ്പൊടി, ശകലം പുളി, ചുമന്നുള്ളി. ഇതെല്ലാം നന്നായിട്ട് വടിക അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം, അതല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടം. ചതയ്ക്കണമെങ്കിൽ ചതയ്ക്കാം, ഏത് രീതിയിലും. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് നന്നായി അരയ്ക്കാൻ പോവുകയാണ്. നന്നായി അരച്ച് ആദ്യം വെള്ളമില്ലാതെ പറ്റ വയ്ക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നത്തോലി വൃത്തിയാക്കിയിട്ട് വരാം, എന്നിട്ട് അരയ്ക്കാം. നത്തോലി ഞാൻ വൃത്തിയാക്കുകയാണ്. ഈ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വയറ്റിലുള്ള ആ കറുത്ത അഴുക്ക് സഹിതം നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. അതുപോലെ തന്നെ ആ ചോരമയവും വെട്ടിക്കളയാം. സാധാരണ ഇങ്ങനെയുള്ള ചോര കൂടി നിൽക്കുന്ന മത്സ്യങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് യൂറിക് ആസിഡ് കൂടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മത്സ്യത്തിൽ നിന്നും ബ്ലഡ് വളരെയേറെ കുറയ്ക്കാൻ പറ്റുമോ അത്രയും ശ്രദ്ധയോട് നമ്മൾ കുറയ്ക്കുക. അതായത് മത്സ്യം നന്നായി കഴുകുക. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ വയറ്റ് ഭാഗം നന്നായിട്ട് വെട്ടി മാറ്റിയാണ്. ഇവിടെ തല കൈകൊണ്ട് വേണേൽ പിച്ച് മാറ്റാം, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റും. മീൻ ഇച്ചിരി കുറഞ്ഞാലും രോഗം നമുക്ക് വരുത്തില്ല. അപ്പോൾ അതിൻ്റെ ആ കറുത്ത ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തങ്ങ് കളയുക. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വയറ്റിലെ അഴുക്കും ആ ചോരയും ഒക്കെ അങ്ങ് മാറും. ഇങ്ങനെയാണ് ഞാനിവിടെ നത്തോലി കട്ട് ചെയ്യുന്നത്. ഇത് ഇന്നലെ കിട്ടിയ നത്തോലിയാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വൃത്തിയാക്കിയിട്ട് ഇനി ഇത് എങ്ങനെയാണ് ഞാൻ കഴുകി വൃത്തിയാക്കുന്നതെന്ന് കാണിച്ചു തരുന്നുണ്ട്. കട്ട് ചെയ്ത് തരട്ടെ. ഓക്കെ. ഞാൻ മീൻ വൃത്തിയാക്കാൻ പോവുകയാണ്. സ്വല്പം പരതിപ്പെടുന്നു. നത്തോലിക്ക് നല്ല അഴുക്കാണുള്ളത്. തേച്ചാലും നന്നായി കഴുകിയാലേ അതിൻ്റെ അഴുക്കുകൾ മാറത്തുള്ളൂ. ഇല്ല, എനിക്ക് വെളുത്ത മണം എടുക്കും. കടലിലെ നെത്തോലിയാണ്. കായലുണ്ട്. ഞാൻ കായലിൻ്റെ തീരത്താണ് താമസിക്കുന്നത്. തീരമെന്ന് വെച്ചാൽ കായൽ അഷ്ടമുടി ലേക്കിൻ്റെ തീരത്തായിട്ടാണ് എൻ്റെ വീട്. നല്ല മീനുകളൊക്കെ കിട്ടാറുണ്ട്. എന്നാലും കടമീനോട് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് നെത്തോലിയൊക്കെ മേടിക്കുന്നത്. കണ്ടോ, കഴുകുന്നതനുസരിച്ച് അഴിച്ചിളകിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി നമുക്ക് ഈ നെത്തോലിയിൽ അല്പം വിനാഗിരി ഒഴിച്ച് കഴുകാം. അപ്പോൾ ആ ഉളുത്ത മണം ഒന്ന് മാറും. അതിലങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ അരച്ചിട്ട് വരാം. അരയ്ക്കാൻ പോവുകയാണ് നാളികേരം. എൻ്റെ കൊച്ചുമോള തിരുമ്മി തന്നെ, അവൾ കുത്തി ഉടച്ചൊക്കെയാണ് തന്നേക്കുന്നത്. തേങ്ങ തിരുമ്മി തന്ന കൊച്ചുമോള. അപ്പോൾ കൂടുതലും അവൾ ഇളക്കിയിട്ടാണ് തന്നേക്കുന്നത്. എന്ത് തന്നെയായാലും കുഴപ്പമില്ല. അടുത്തത് അല്പം മല്ലിപ്പൊടി, കാശ്മീരി ഉണ്ട്, പാണ്ടിമുളകും ഉണ്ട്. 2 സൈസ് മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. സ്വല്പം വറുത്ത ഉലുവ, മഞ്ഞൾപ്പൊടി, കറിക്കാവശ്യമായ പുളി, ചുമന്നുള്ളി, എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്യട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അരയ്ക്കും. നെത്തോലിക്കാകുമ്പോൾ ഒത്തിരി അരയണ്ട, എന്നാൽ അരയാതെ ഇരിക്കണ്ട. ഇത്രയും മതി. ഈ പരുവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് പരുവം. അപ്പോൾ ഇനി കറിയിലോട്ട് നോക്കാം. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള ചട്ടി എടുക്കാം. ഞാൻ ഒരു ചട്ടി എടുത്തു. ഈ അരപ്പിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് 1 തക്കാളി, കുറച്ച് ഇഞ്ചി, 4 പച്ചമുളക്. അപ്പോൾ അതും കൂടെ ഞാൻ കട്ട് ചെയ്യട്ടെ. ഞാൻ കഴുകി വെച്ചിരുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാറുണ്ട്. വെളുത്തുള്ളി അരിഞ്ഞിടുവാണ്. ഇതിൻ്റെ കൂടെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. അവിടെ
എൻ്റെ ക്യാമറാമാൻ കൊച്ചുമോളാണേ. അപ്പോൾ ഞങ്ങളുടെ ഇതിലൊക്കെ ഇച്ചിരി പാകപ്പിഴകളൊക്കെ വരും, സദയം ക്ഷമിക്കുക. ഉണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്ക് അകത്ത് ചേർക്കാം. ഒരു ശകലം വെള്ളം വെച്ച് ഒരു ശകലം വെള്ളം കൂടെ ചേർക്കാം. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ശകലം ഉപ്പ്, ഇവിടെ ഉപ്പ് അധികം വേണ്ട എങ്കിൽ ശകലം ഉപ്പ്. മീഡിയം ഫ്ലെയിമിൽ കറി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞതിന് ശേഷമേ നത്തോലി ഇടുകയുള്ളൂ. ഇപ്പം കറി തിളച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് മീൻ അപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. അപ്പം വെച്ച് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഞാനിത് മീൻ ഇടുവാൻ പോവാണ്. മൊത്തത്തിൽ മീൻ ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് ഇളക്കണ്ട, ചെറിയ തീയിൽ അത് അവിടെ പറ്റിച്ചത്. കറി തുറന്നിട്ടിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ അത് വെന്ത് ഒന്നും കൂടെ ഒന്ന് പറ്റുക. നത്തോലിക്ക് അധികം വേവില്ല, നമുക്ക് ആവശ്യമായ വേവോടുകൂടി അത് വെന്തട്ടണം. ഈ ടൈമിലാണ് നമുക്കിതിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ ഉപ്പുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കുവാണ്. ആവശ്യമായ ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. നോക്കട്ടെ മോളെ. കൊള്ളാമോ? കൊള്ളാം. ശരി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിനുള്ള ഒരു കറി നത്തോലിയാണ്. ഇനി ഒരു തട്ടിക്കൂട്ട് ഇഞ്ചിക്കറിയാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, എല്ലാവരും ഇതേപോലെ നത്തോലി മേടിച്ച് എൻ്റെ ഈ എളിയ രീതിയിലുള്ള കറി വെക്കുക. വലിയ ആർഭാടമൊന്നുമില്ല, കുറച്ച് തേങ്ങ, വലിയ ചിലവില്ല. അപ്പോൾ എവിടെയും എപ്പോഴും ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.